ഫോർട്ട് കൊച്ചിയിൽ വീണ്ടും പപ്പാഞ്ഞി വിവാദം. ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുള്ള 40 അടിയിൽ താഴെയുള്ള പപ്പാഞ്ഞിയെ 24 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്ന് കാണിച്ചാണ് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ക്ലബ് ഭാരവാഹികൾക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങളുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനിയിൽ 50 അടി ഉയരമുള്ള പപ്പാഞ്ഞിയെ സ്ഥാപിക്കുന്നുണ്ട്. ഇത് ഡിസംബർ 31 രാത്രി 12 കത്തിക്കുകയും ചെയ്യും. വിദേശികളും സ്വദേശികളും അടക്കം ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ഇവിടെ സുരക്ഷ ഒരുക്കുവാൻ 1000-ഓളം പോലീസിനെ വിന്യസിക്കേണ്ടി വരുമെന്നും വെളിയിൽ സ്വകാര്യ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള പപ്പാഞ്ഞി കത്തിക്കലിന് സുരക്ഷ ഒരുക്കുവാൻ കഴിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഏകദേശം 3 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വെളി മൈതാനിയിൽ പപ്പാഞ്ഞിയെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് നീക്കം ചെയ്യുവാൻ പോലീസ് നോട്ടീസ് നൽകിയിട്ട് 2 ദിവസം പിന്നിട്ടെങ്കിലും ക്ലബ് ഭാരവാഹികൾ ഇത് നീക്കം ചെയ്യുവാൻ തയ്യാറായിട്ടില്ല. ഈ ഫോർട്ട് കൊച്ചി വെളിയും സെന്റ് ജോൺ ബോട്ട സ്കൂളിൻ്റെ ഏരിയയിലും ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എല്ലാ കൊല്ലവും നടക്കും. ക്രിസ്മസിനും 31-നും. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടുവളർന്നത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനും പിന്നെ ഇവിടെ അതിനുശേഷം നാടകം ഉണ്ടാവും രാത്രി. ആ നാടകമെല്ലാം കഴിഞ്ഞ് വളരെയധികം ജനങ്ങൾ കൂടുന്ന സ്ഥലമായിരുന്നു. കഴിഞ്ഞു വരുന്നത് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ പറഞ്ഞു വരുന്നത് ഫോർട്ട് കൊച്ചി ഇവിടെയല്ല നടത്താനുള്ളത്, ഫോർട്ട് കൊച്ചി പൈതൃകമാണ്. അത് പൈതൃകത്തിൽ നടത്തിപ്പെട്ടാണ് പഴയകാലം മുതൽ അത് തുടങ്ങിയിട്ട് 10-40 വർഷം ആയിട്ടില്ല എൻ്റെ കണക്കൂട്ടിൽ. ഇവിടെയാണ് 10-100 വർഷം കഴിഞ്ഞത്. കാരണം പിന്നെ സോമൻ നോർത്ത് ഫിലിം ആക്ടർ PJ ആന്റണി ഇവരൊക്കെ വന്നിട്ടാണ് സഞ്ചോമ്പഴം ബീച്ചിലോട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ വരുന്നത്. അങ്ങനെ ഈ 2 സ്ഥലത്തുമാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ വലിയ സ്കൂളിൽ പഠിച്ചത്. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഞങ്ങളിപ്പോൾ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇവിടെ. കാരണം ഇത് പിന്നെ പപ്പാഞ്ഞിനെ പൊളിക്കണം, ഇത് നടക്കൂല, കത്തിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പൊളിച്ചൊന്നുമില്ല, കത്തിച്ചില്ല. ഇപ്പോൾ പറയുന്നത് പഴയ പല്ലവി തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പൈതൃകം നഷ്ടപ്പെടും, ഇവിടെ അങ്ങനെയല്ല ഇങ്ങനെ എന്നും പറഞ്ഞാണ്. പക്ഷേ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെളി ഗ്രൗണ്ടാണ് ഇതിൻ്റെ പൈതൃകം. കാരണം ഇവിടെ മൈനാത്തും വെളിയുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പിന്നെ ഡോബികളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഈ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് ഇപ്പോൾ കോർപ്പറേഷൻ എടുത്തിരിക്കുന്നത് ഈ സ്ഥലം. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ നോട്ടീസ് 18-ാം തീയതി ഞങ്ങൾ സെക്രട്ടറിക്ക് വന്നിരിക്കുന്നത് ഇത് പൊളിച്ചു മാറ്റമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 24 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പൊളിച്ചു മാറ്റില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ പോലെ ഇത് പൊളിച്ചപ്പോൾ ഇത് തന്നെ പല്ലവി പാടിക്കൊണ്ടിരിക്കണം, പൊളിക്കണം എന്ന് പറയും. അത് പൊളിച്ചു മാറ്റിയില്ല. നമ്മളിലാണ് പൈതൃകം, അത് എല്ലാവർക്കും അറിയാം അത്. ഇവർ ഈ കാർണിവൽ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അതിപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ അവസാനിപ്പിക്കുക. എല്ലാ വർഷവും ഈ 10-40 വർഷമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതിനുപാട് ഇവിടെയാണ് കംപ്ലീറ്റ് ആളുകൾ കൂടുന്നതും, ഇവിടെയാണ് ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടത്തുന്നതും പ്രസന്റേഷൻ കൊടുക്കുന്നത് ഇവിടെ തന്നെയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ഇവിടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ പരിപാടികളും 5 സെൽഫി പോയിന്റ് ഉൾപ്പെടെ പപ്പാഞ്ഞിനെ സ്ഥാപിച്ചായിരുന്നു. അന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന് ഞങ്ങൾ കഴിഞ്ഞ 27-ാം തീയതിയാണെന്ന് തോന്നുന്നു വന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞ്. പിന്നെ അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇടപെട്ട് വരുന്നത് അത് കത്തിക്കുന്നില്ല, അതുകൊണ്ട് റിമൂവ് ചെയ്യുന്നില്ലെന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് കത്തിച്ചില്ല. അന്ന് 31-ാം തീയതി രാത്രി ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കത്തിക്കുമെന്ന പ്രതീക്ഷയോടെ ഇവിടെ കാത്തു നിന്നു. നമുക്കത് അവരെയൊക്കെ നിരാശപ്പെട്ടത് കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള ഒട്ടേറെ ടൂറിസ്റ്റുകാർ വന്നിട്ട് അവർ നിരാശപ്പെട്ടു പോകേണ്ട ഒരു സമയമാണ് കഴിഞ്ഞ വർഷത്തിലുണ്ടായത്. ഈ തവണ ഞങ്ങൾ 2 മാസത്തിന് മുൻപ് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. രാപകലില്ലാണ്ട് ഞങ്ങളുടെ 100-ഓളം വരുന്ന പ്രവർത്തകർ പണിക്ക് പോകാണ്ട് പുറത്തുനിന്ന് ആരും എടുക്കാണ്ട് ഞങ്ങൾ തന്നെ എല്ലാവരും പൈസ സ്വരൂപിച്ചുകൊണ്ട് 3.5 ലക്ഷം രൂപ മുടക്കിയിട്ടുള്ള ഒരു പപ്പാഞ്ഞിയാണ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇവിടുന്ന് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മെമ്മോ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് തന്നു. 24 മണിക്കൂറിനുള്ളിൽ റിമൂവ് ചെയ്യണമെന്നും കത്തിക്കരുതെന്നല്ല, റിമൂവ് ചെയ്യാനാണ് പറയുന്നത്. എന്തർത്ഥത്തിലാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളിവിടെ എത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി പപ്പാഞ്ഞി റിമൂവ് ചെയ്യണം, ആരുടെ നിർദ്ദേശമാണ് എന്നറിയില്ല. ബഹുമാനപ്പെട്ട ACP ഞങ്ങളോട് വളരെയധികം സഹകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറയുന്നത് മുകളിൽ നിന്നാണെന്ന്. അത് മുകളിൽ നിന്നാണ് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. ഇത് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഞങ്ങൾ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ആ സ്റ്റാൻഡിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കത്തിക്കേ വേണ്ട, പപ്പാഞ്ഞിനെ എടുത്ത് മാറ്റാൻ പറഞ്ഞു. നമ്മളിതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ACPയോടും ബഹുമാനപ്പെട്ട COയോടും സംസാരിച്ചപ്പോൾ അവരെല്ലാം നമ്മളോട് നല്ല ബിഹേവിയറിലാണ്. പക്ഷെ അവർ പറയുന്നത് മുകളിൽ നിന്നുള്ളൊരു ഉത്തരവാണ്, നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടത് പരമ്പരാഗതമായി ഇത് പ്രസിഡൻ്റാണ്, ഇത് ഞങ്ങളുടെ സെക്രട്ടറിയാണ്. ഇവരുടെ എല്ലാം ഗ്രാൻഡ് ഫാദർമാരെല്ലാം ഈ വെളി ഗ്രൗണ്ടിൽ നിന്നാണ് പ്രച്ഛന്നവേഷ മത്സരങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു സംഘടനയോട് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അവർ നമുക്ക് 18/12/2024 നോട്ടീസ് തന്നു. തുടർന്ന് നമ്മൾ 24 മണിക്കൂർ മൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. തുടർന്ന് നമ്മളൊരു നോട്ടീസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഗവൺമെൻറ് വിഷയത്തിലുണ്ടല്ലോ, കളക്ടർ വിഷയത്തിലുണ്ടല്ലോ, അപ്പോൾ അവരോടും കൂടി ഒരു ആശയവിനിമയം നടത്തണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. എന്തായാലും റിമൂവ് ചെയ്യണമെന്ന് അവർ നമുക്ക് തന്നതിൽ വളരെ ഉറപ്പിച്ച് അവർ നിൽക്കുകയാണ്. ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, എല്ലാവരും കത്തിക്കുന്നുണ്ട്, കത്തിച്ചുകൊണ്ടിരിക്കുന്നവർ കത്തിക്കട്ടെ. അപ്പോൾ പരമ്പരാഗതം അങ്ങനെയാണ്, ഞങ്ങളാണ് പരമ്പരാഗതം. ഞങ്ങൾ ഗാലാഡി രജിസ്ട്രേഷൻ വന്നത് കുറച്ച് നാളായിട്ടുള്ളെങ്കിലും ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ കത്തിച്ച് തുടങ്ങിയ ഗ്രൗണ്ടാണ് വെളി മൈതാനം. ആ വെളി മൈതാനത്ത് നിന്നാണ് ഇതെല്ലാം തുടങ്ങിയിട്ടുള്ളത്. അതൊരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ളത്. അവരുടെ പിൻതലമുറക്കാരാണ് ഞങ്ങളെല്ലാം, പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാം ഞങ്ങളെല്ലാവരും അത് തന്നെ. ഈ കാണുന്ന സമൂഹം എല്ലാം ഇവരെല്ലാവരും ഫോർട്ട് കൊച്ചിക്കാരാണ്. ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന സംഘടനയുടെ പേരിലാണ്. നോക്കൂ, നമ്മളിപ്പോൾ ന്യൂ ഇയർ അല്ല, ഓണാഘോഷം 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ നടത്തുകയാണ്. ഇഫ്താർ സംഗമം 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നമ്മൾ നടത്തുകയാണ്. കോവിഡ് കാലത്ത്, പ്രളയകാലത്ത് നമ്മളെല്ലാം അങ്ങേയറ്റം ഈ ഗവൺമെൻറ്റിനോട് ഇടിച്ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ അങ്ങൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു രാഷ്ട്രീയമേ ഇല്ല. എല്ലാവിധ, ഞാനിപ്പോൾ മനസ്സിലാവുമല്ലോ, എല്ലാവിധ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബന്ധപ്പെട്ടവരും ഇതിൻ്റെ അകത്തുണ്ട്. ഞാനതാ പറഞ്ഞ ഓണവും റംസാനും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആഘോഷിക്കുന്ന എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പോലീസിന് ഞങ്ങൾ തന്ന 24 മണിക്കൂറിനുള്ളിൽ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ വെയിറ്റ് ചെയ്യണം ഞങ്ങൾ. പോലീസ് നോട്ടീസിനെ നിയമപരമായി നേരിടുവാനാണ് ക്ലബ് ഭാരവാഹികളുടെ നീക്കം. പോലീസ് തീരുമാനം വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ ഓരോ മൂലയിലും പപ്പാഞ്ഞിയെ വർഷങ്ങളായി കത്തിച്ചു വരികയാണ്. മാത്രമല്ല, പരേഡ് മൈതാനിയിലെ തിരക്ക് കുറക്കുവാനും ഇത് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ.